തെക്കേനടയിൽ തന്നെ അപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. തെക്കേനട മുതൽ ഈ ഒരു ഭാഗത്ത് നടക്കുന്ന കുറേ സംഭവങ്ങൾ മുഴുവനൊന്നും ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. പക്ഷെ ഇവിടെ നടക്കുന്നുണ്ട് അനവധി കാര്യങ്ങൾ. അപ്പോ ഓരോരുത്തര് ഈ പറഞ്ഞ പോലെ അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ടോ, കിറങ്ങിയിരിക്കുന്നവരുണ്ട്, അതേപോലെ കച്ചവടത്തിനായിട്ടിരിക്കുന്നവരുണ്ട്. എന്തിന്റെ? കഞ്ചാവിന്റെ, MDMA-യുടെ, സ്റ്റാമ്പിന്റെ, ഈ വക സംഭവങ്ങളുടെ ഒക്കെ. ഇത് ഗവൺമെന്റിനും സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. കാരണം എന്ത് ചെയ്യാൻ പറ്റും? കച്ചവടം നടക്കണ്ട്. അതായത് പന്ന കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ പന്ന കച്ചവടം പലതും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ. അത് കാണണ്ട, അത് കാണാനുള്ളൊരു കെൽപ്പില്ല എന്നുള്ള രീതിയിൽ പോലും അടച്ചിട്ട പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തെക്കേനടയെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത്. എനിക്കിട്ടാ പലതും പല പല സംഭവങ്ങള് ഇവിടെ. അത് രാവിലെ മാത്രല്ല, പുലർച്ചയ്ക്ക് തുടങ്ങും ഇവിടുത്തെ പന്ന പരിപാടികൾ. ആ പന്ന പരിപാടികൾ ഓരോന്നും നമുക്കല്ല, ഇവിടെ ഗവൺമെന്റിന് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലാണ് കളികൾ നടക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്ര വലിയൊരു വൃത്തിയിൽ നമ്മുടെ ദേവസ്വം വല്ലാതെ അങ്ങോട്ട് ഇവിടെ ക്ലിയർ ആക്കണില്ല. വല്ലാതെ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുമില്ല. അത് മീൻസ് അതൊക്കെ ഇവരുടെ ദേവസ്വത്തിന്റെയും അതുപോലെ ബാക്കിയുള്ള നിയമങ്ങളിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളതാണ് പല സംഭവങ്ങളും. രാത്രി പുലർച്ചെ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പല സംഭവങ്ങളും നേരിട്ട് കണ്ടതാട്ടോ. അപ്പോ അതൊന്ന് മനസ്സിലാക്കാനുള്ളത് ഈ ഒരു പ്രധാന കാരണം ഉണ്ടല്ലോ, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നിങ്ങൾ വേണ്ടത് നടത്തിക്കോളൂ, ഞാൻ കണ്ണടച്ചു എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളും നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഈ തെക്കേനടയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെന്നും പറയാൻ പറ്റും. അപ്പോ പോലീസ് സ്റ്റേഷൻ കിടക്കുന്നതും തെക്കേനട എന്ന് നേരിട്ടുള്ള ഭാഗത്താണ്. അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടന്നാലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് പോലീസുകാരും നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്നാലും ഇതിനൊരു മാറ്റം വരുത്താൻ കഴിയില്ല. തെക്കേനട അടഞ്ഞു തന്നെ കിടക്കും.